Many happy returns of the day. Thank you. നീ വല്ല സ്റ്റൈലിൽ ഇത് കൊണ്ടുവരുന്നത് കാണുമ്പോ നീ എന്തോ അധ്വാനത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്ത് വാങ്ങിച്ചാൻ തോന്നുന്നു. അയ്യേ, എന്റെ പോക്കറ്റ് മണിയിൽ നിന്നും ഞാൻ തന്നെ ഇസ്കി ഉണ്ടാക്കിയ കാശിന് വാങ്ങിയതാ. അതെ അതെ, എന്റെ പോക്കറ്റിൽ കിടന്ന മണി നീ ഇസ്കി എടുത്ത് വാങ്ങിച്ചാണെന്ന് പറ. പിന്നെ നമ്മൾ തമ്മിൽ ഒരു ഫോർമൽ വിഷയവും താങ്ക്സ് പറച്ചിലും വേണം. വേണ്ട, പക്ഷേ ഒരു ഉത്തമ ഭാര്യ എന്ന നിലയിൽ വർഷാവർഷം ഓരോ പിറന്നാളിനും ഇങ്ങനെ ഓരോ പാക്കറ്റ് മാത്രം തന്നാൽ പോരാത്തതാകുന്നു. പിന്നെ അടുത്ത പിറന്നാളിന് മുമ്പെങ്കിലും ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ ഒരു കിഴിക്കാൻ പറ്റും. ഞങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് നിനക്കെന്താണ് ഒബ്ജക്ഷൻ? ഉണ്ട് മാന്യരെ, എന്റെ പഠിത്തം കഴിഞ്ഞ് മെഡിസിൻ ഡിഗ്രി എടുത്ത് ഞാൻ ഡോക്ടർ ശാരദയുടെ അസിസ്റ്റന്റായി ചാർജ് എടുക്കും വരെ ഹോസ്പിറ്റലിലെ രോഗികളുടെ ഉത്തമ താല്പര്യങ്ങളെ മാനിച്ച് ഒരു കാരണവശാലും ഡോക്ടർ ശാരദ പ്രസവാവധി എടുക്കുവാൻ പാടില്ലാത്തതാകുന്നു. ശരി കൊച്ചെ, എനിക്ക് എപ്പോഴേക്കും വയസ്സ് 10-40 ആകുമല്ലോ. ജനിക്കാൻ പോകുന്ന ആണായാലും പെണ്ണായാലും വളർന്ന് പ്രായപൂർത്തിയാകുമ്പോഴേക്കും കണ്ണിൽ വെള്ളെടുത്തു പോകും. മേ കമിൻ ഡോക്ടർ? യെസ് കമിൻ. ക്ഷണിക്കാവുന്നതാണെന്ന് അറിയാം, എന്നാലും ഈ സുദിനത്തിൽ അവർ ബെസ്റ്റ് വിഷസ് ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺ. ഈ സമ്മാനം സ്വീകരിക്കണം ഡോക്ടർ. എന്റെ പിറന്നാള് ഒരു സ്വകാര്യ സംഭവമാണ്. മറ്റാളുകളെ വിളിച്ചു വരുത്തി ആഘോഷിക്കുന്ന പതിവ് എനിക്കില്ല. മറ്റുള്ളവരുടെ സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന പതിവ്. ദാറ്റ് ഷോസ് യുവർ നോബൽ ക്യാരക്ടർ. പക്ഷെ ഡോക്ടർ, ഒരുപാട് തവണ ആവശ്യമില്ലാതെ ഞങ്ങൾ ഡോക്ടർക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിന്റെ വിവരക്കേട്, അല്ലെങ്കിൽ അവിവേകം കൊണ്ടുള്ള എഴുത്തിയാട്ടം. ഡോക്ടർ അതൊക്കെ മറക്കണം, ക്ഷമിക്കണം. എന്തെങ്കിലും ഹാർട്ട് ഫീലിംഗ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മെന്റ് ചെയ്യാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. വെൽ, നിങ്ങളുടെ വാക്കുകൾ മനസ്സിൽ തട്ടി പറയുന്നതാണെങ്കിൽ 100%. വെരി ഗുഡ്. വരൂ, സൽക്കാരമൊന്നും ഇല്ലെങ്കിലും ഒരു കാപ്പി കുടിച്ചിട്ട് പോ. വേണ്ട ഡോക്ടർ, താങ്ക്സ്. നല്ലൊരു ദിവസമായിട്ട് ഡോക്ടറുടെയും കുടുംബത്തിന്റെയും പ്രഷ്യസ് മൊമെന്റ്സ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്ത് മുഷിപ്പിക്കുന്നില്ല. പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ്. ഒരു ബർത്ത്ഡേ പ്രസന്റ് ആയിട്ടെങ്കിലും. അതെ, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചു എന്നതിന്റെ സൂചനയായിട്ടെങ്കിലും. താങ്ക് യു. പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ ഡോക്ടർ. ആരും ചീത്തയായി ജനിക്കുന്നില്ല, ചീത്തയായി മരിക്കുന്നുമില്ല. സാഹചര്യങ്ങളാണ് അവരെ ചീത്തയും നല്ലതൊക്കെ ആക്കുന്നത്. ശരിയല്ലേ? എന്തോ എനിക്കിപ്പോഴും അവരെ ബോധ്യം തോന്നില്ല. നീ പറഞ്ഞത് ശരിയാണ് ശാരദേ. യു ആർ റൈറ്റ്. നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. പുഷ്പയോ? എന്റെ വീട്ടിൽ സ്വാമി മഹാഗണപതി. അയ്യോ സ്വാമിയേ, വിനായകനെ, വിഘ്നേശ്വര, നീയാണ് എന്റെ പുഷ്പയെ ഇങ്ങോട്ട് അയച്ചത്. ഞാൻ നിനക്ക് 108 തൈ കൊടുത്തേക്കാം. മഹാഗണപതി. ഷർട്ടോടെ അതവിടെ അപ്പൊ കണ്ടിട്ട് പുഷ്പയോ? വരൂ, അകത്തോട്ടിരിക്കാം. കയറിയിരിക്കാന്നേ, വരുമെന്നേ പ്ലീസ്. എന്റെ കത്തിന് മറുപടി തരാൻ നേരിട്ട് വേണമായിരുന്നോ?
ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഐ ആം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് Shut up. ഈ കത്ത് നിങ്ങൾ അയച്ചതല്ലേ? ആ അതെ. ദേ, ഇനി ഇങ്ങനെ മര്യാദകൾ കാണിച്ചാൽ അനുഭവം വേറെ ആയിരിക്കും. സോറി, നേരിട്ട് പറയാൻ ഒരു മടി. എന്റെ മനസ്സ് തുറന്നു കാണിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കത്ത് എഴുതിയത്. മറ്റാരെങ്കിലും തുറന്നു കാണിച്ചാൽ മതി. എന്നോട് പ്രേമൊന്നും വേണ്ട, മനസ്സിലായോ? മാഡം, ഞാൻ പ്രേമിക്കും, ചത്താലും പ്രേമിക്കും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർക്കും ആരെയും പ്രേമിക്കാം. പ്രേമിക്കാം, പക്ഷേ വായില് പല്ലൊന്നും കാണില്ല. പല്ലില്ലാതെ ഞാൻ പ്രേമിക്കും. ദാറ്റ്സ് മൈ ഡീപ് ലവ്. Shut up. മേലാൽ ഈ പ്രേമോന്നും പറഞ്ഞു വന്നാൽ ലോകപ്പിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്, മനസ്സിലായോ? പുഷ്പേ, പ്ലീസ്, ഐ റിയലി ലവ് യു. ഐ റിയലി ലവ് യു. എടാ മോനെ, മരുമോനെ, നിനക്ക് ഈ പണിയുണ്ടല്ലയോ? നീ എന്തുവാ പറഞ്ഞേ? ആർക്കും ആരെയും പ്രേമിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷന് വകുപ്പുണ്ടെന്നോ? എന്നാ അവള് പറഞ്ഞ പോലെ ആർക്കും ആരുടെയും പല്ല് തല്ലി കുഴിക്കാനും കോൺസ്റ്റിറ്റ്യൂഷന് വകുപ്പുണ്ട്. ഈ ചെറു പ്രായത്തിലെ നീ വകുപ്പ് പിടിച്ച് കളിക്കാതെ കേറി പോടാ. Yes. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇത് സിന്ധു. ഈ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ പുറത്തു പോകും, ഞാനൊന്ന് പരിശോധിക്കട്ടെ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഡോക്ടർ. കൺഫേംഡ് കേസാണ്. സാധാരണ പെൺകുട്ടികൾക്ക് ഉണ്ടാകാവുന്ന ചുറ്റിക്കളി തന്നെ, ഗർഭം. എത്ര മാസമായി? 4. കാര്യം എന്താണെന്ന് വെച്ചാ വളച്ചു കേട്ടാൽ അങ്ങ് പറയാം. ഇതൊന്ന് അലസിപ്പിക്കണം. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെ? അതല്ലേ ഡോക്ടർ പ്രശ്നം. അങ്ങനൊരു പാർട്ടി ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല. അബോർഷൻ നടത്താം. ഉത്തരവാദപ്പെട്ടവരാരെങ്കിലും രേഖാമൂലം ആവശ്യപ്പെടണം. തുക വല്ലതും കൂടുതൽ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ഡോക്ടറെ. പുറത്തെ റേറ്റിൽ നിന്നും 1000-ഓ 2000-ഓ കൂട്ടിത്തരാം. എന്താ പോരെ? മിസ്റ്റർ, നിങ്ങളുടെ സംസാരം അതിൽ കിടക്കുന്നു. ഓഹോ, അപ്പോ ചെയ്തു തരത്തില്ലെന്നാണോ? ചെയ്തു തരാം. ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് ഒരു കടലാസ് ഒപ്പിട്ട് തരാൻ തയ്യാറാണോ നിങ്ങൾ ആരെങ്കിലും? നടക്കാത്ത കാര്യം പറയല്ലേ ഡോക്ടർ. എങ്കിൽ പ്ലീസ്, ദാ പുറത്തേക്കുള്ള വാതിൽ അതാണ്. എന്റെ സമയത്തിന് വിലയുണ്ട്. ഡോക്ടർ, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മാന്യമായ ഭാഷയിൽ ആദ്യമേ പറഞ്ഞു. അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ എനിക്ക് പരുഷമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. പ്ലീസ് ഗെറ്റ് ഔട്ട്. പേടിപ്പിക്കാതെ ഡോക്ടറെ. അത്ര പെട്ടെന്നൊന്നും വിരളുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ ആരും. എന്താ ഇവിടെ? അല്ല ഡോക്ടറെ, ആർക്കും ഛേദമില്ലാത്തൊരു ഉപകാരം. ഒരു ചെറിയ അബോർഷൻ കേസ്. ഇത് അവർക്കാണെങ്കിൽ സമ്മതം. ചോദിക്കുന്ന പൈസ തരും. കാശ് മാത്രം നോക്കിയിട്ടല്ല ഞാൻ ഈ ഹോസ്പിറ്റൽ നടത്തുന്നത്. എനിക്ക് എന്റേതായ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. കൊണ്ടുപോയി കളയണം ഡോക്ടറെ. പ്രിൻസിപ്പിൾ. ഡോക്ടർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കാര്യം നടക്കണം. അതിനുള്ള വഴി നോക്കാം നമുക്ക്. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ എന്റെ മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഉത്തരവാദിത്തം രേഖാമൂലം ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് ഈ കേസ് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ആൻഡ് ദിസ് ഈസ് മൈ ലാസ്റ്റ് വേർഡ്. നിങ്ങൾക്ക് പോവാം. ഓ, ഇതങ്ങ് നാട്ടുനടപ്പില്ലാത്ത പോലാണല്ലോ ഡോക്ടറുടെ സംസാരം. ഇതിലും വലിയ ഹോസ്പിറ്റൽ വരെ ഇതൊക്കെ തന്നെയാ മെയിൻ ലൈൻ. ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എന്റെ ഇഷ്ടപ്രകാരം ഹോസ്പിറ്റൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ഐ എം സോറി. അപ്പൊ ഡോക്ടർ വേണ്ട, കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്റെ ഫൈനൽ വേറെന്താണെന്ന്. ഇവിടെ ഇത് സാധ്യമല്ല. നിങ്ങൾ പോണം പ്ലീസ്. ഐ സേ യു ഗെറ്റ് ലോസ്റ്റ് മാൻ. ഇഡിയറ്റ്. എന്താണ് അവന്മാർ നമ്മൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും നമ്മളെ കുറിച്ചും കരുതിയിരിക്കുന്നത്?